അമ്മായിയേ, എന്താടാ ഈ നേരത്ത്? അമ്മായിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ആ, എന്റെ മുരുക, ഇത് ഏതാ ഈ പെണ്ണ്? ഇതും ഒരു പെണ്ണാണ്, അന്തസ്സുള്ളൊരു പെണ്ണാണ്. അടുക്കളയിൽ ഒരു പായ പിടിച്ചു കൊടുത്തേക്ക്. ബാക്കി സങ്കട കഥകളൊക്കെ നേരവും കാലവും നോക്കി നമുക്ക് പിന്നീട് കേൾക്കാം. ചെല്ല. വാ മോളെ. ഇങ്ങനെ ഇവിടെ എത്തുന്ന കുട്ടികൾക്കൊക്കെ പറയാൻ ഇതുപോലുള്ള കഷ്ടപ്പാടിന്റെ കഥകൾ ഒരുപാടുണ്ടാകും. എന്നാലോ നമ്മുടെ കിങ്ങിണിക്കുട്ടിയുടെ കാര്യം അങ്ങനെയൊന്നും അല്ല. 10-17 കൊല്ലം മുമ്പ് ഈ മാർക്കറ്റിലെ ചവറ്റുകൊട്ടേന്ന് ഒരു ചോര കുഞ്ഞിനെ കിട്ടിയതാ നമ്മുടെ അലിബായിക്ക്. ഇന്നിപ്പോ കളക്ടർ ആവാനുള്ള പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോവാ. അതും വലിയ വലിയ ഏമാമാരുടെ കൊച്ചുങ്ങൾ പഠിക്കുന്ന സ്ഥലത്തേക്ക്. ഒക്കെ അവിടെ ബാപ്പിയുടെ കഷ്ടപ്പാടിന്റെ ഫലമാട്ടോ. കിങ്ങിണി, അതെന്താ അങ്ങനെ ഒരു പേരിട്ട്? അയ്യോ, അതങ്ങനെ ഒരു പേരായിട്ടിട്ടൊന്നും അല്ല. നടത്തം പഠിക്കുന്ന നേരത്തെ ഈ മാർക്കറ്റിലെ തിരക്കിൽ എവിടെയെങ്കിലും പോയി കാണാതായാലോ എന്ന് പേടിച്ച് എപ്പോഴും ഒരു ഒച്ച കേൾക്കാൻ അരയിലൊരു കിങ്ങിണി കെട്ടിക്കൊടുത്തതാ. അത് പിന്നെ ഒരു പേരായി, കിങ്ങിണി. പുറമേയുള്ള ആൾക്കാർ പറയാറുള്ളത് വെറുതെ വഴക്കം വെക്കാണ്ടിട്ട് നടക്കണ മനുഷ്യന്മാരാ മാർക്കറ്റിലെന്ന്. സത്യം പറഞ്ഞ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് അത്ഭുത തോന്നുന്നത്. അങ്ങനെ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഞാനടക്കം എല്ലാരും നല്ല മനുഷ്യത്വമുള്ളവരാ. എന്തേ മായി? ആഹാ, നീ എന്താടി ചെന്താമരെ പിന്നാമ്പറത്ത്? അല്ല, ഇവിടെ എല്ലാരും പറഞ്ഞു ഒരു ഭൂലോക സുന്ദരിയെ നമ്മുടെ ആളിവിടെ കൊണ്ടൊന്ന് ആക്കിയിട്ടുണ്ടെന്ന്. അപ്പൊ അതൊന്നും ഒന്ന് കാണണമല്ലോ. ഇപ്പൊ കണ്ട് ബോധ്യമായില്ലേ? എന്നാ എന്റെ മോളി ചെല്ല്. എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. ഞാനൊരു തമാശ പറഞ്ഞതാ കുട്ടിയെ. സംഗതി ഞാനും മൂപ്പരായിട്ട് ലേശം ഇഷ്ടത്തിലാ. അല്ല, അതിവിടെ എല്ലാവർക്കും അറിയണ കാര്യാ. ഈ അമ്മ ഇതൊന്നും പറഞ്ഞെന്നില്ലേ? അമ്മയെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അത് തന്നെയല്ലേ നീയും പറഞ്ഞത്. ഒന്ന് പോടി അവിടുന്ന്. എനിക്കവിടെ കടയിൽ ആളില്ല, പോയിട്ട് വരാട്ടോ. ഇതെന്താണ് കോയ ഇങ്ങനെ ഓടിച്ചാടി ആടുന്ന് കാലം കഴിച്ചാ മതിയാ? നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? എന്താ പറഞ്ഞേ? കല്യാണം കഴിക്കണമെന്നോ? ഞാൻ എപ്പോഴാ റെഡി. എന്താണ് ഇന്ന് പിറുപിറുക്കുന്ന? അയ്യോ, ഒന്നുമില്ല. ഞാൻ കടയിലോട്ട് പോവാ. എന്നാ കടയിലോട്ട് വണ്ടി വിട്ടോ. ഈശ്വര, എന്നാണാവോ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്? എന്താ കുന്തം? അയ്യോ, ഒന്നുമില്ല. ഞാൻ കടയിലോട്ട്. ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കാനാണല്ലോ എന്റെ യോഗം. എങ്ങനെ കുട്ടിയെ? ഇടയ്ക്കെന്റെ മൊബൈലിലേക്ക് ഒന്ന് വിളിക്കണേ. എവിടെ വിളിക്കാൻ? എന്റെ മുരുക, അയ്യോ, അമ്മായിയുടെ ഈ കിങ്ങിണിക്കുട്ടി സുന്ദരി കുട്ടിയായിട്ടാണല്ലോ വരവ്. ശരിയും കളിയൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂരിലെത്തുമ്പോ പാതിരാത്രി ആവുകയെ മറക്കണ്ട. പറഞ്ഞ പോലെ എന്തായി നമ്മുടെ കിങ്ങിണിക്കുട്ടി കൊണ്ടുപോകാനുള്ള അമ്മായി സ്പെഷ്യലൊക്കെ? പാഴ്സൽ ചെയ്ത് കഴിഞ്ഞോ ഇന്നലെ വന്ന ചേച്ചിയെ? അതൊക്കെ എപ്പോഴേ അമ്മായി തിന്ന് തീർത്തുകയാണ്. ഇതൊക്കെ എടുത്ത് വണ്ടിയിലേ. ഇന്നലെ ഇങ്ങനെ ഒരാള് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു എന്നറിഞ്ഞു. എന്താ ചേച്ചിയുടെ പേര്? ഗംഗ. എന്തായാലും പഠിച്ച് വലിയ ആളാവാൻ പോവല്ലേ മോള്? നന്നായി വരാൻ പ്രാർത്ഥിക്കാട്ടോ. എനിക്ക് ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല അവിടെ പോവാൻ. ബാപ്പിയും എല്ലാരെയും വിട്ട് ഞാൻ അവിടെ ഒറ്റയ്ക്ക്. കാണാതിരിക്കുന്നതിൽ വിഷമില്ലാഞ്ഞിട്ടല്ല, നന്നായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. മോളെ, വരാനിരിക്കുന്ന കാലത്ത് പെൺമക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാര് മാറ്റിവെക്കേണ്ടത് പൊന്നും പണമൊന്നുമല്ല, നല്ല വിദ്യാഭ്യാസ. ഞങ്ങൾക്കാർക്കും ഇല്ലാതെ പോയത് മോൾക്കുണ്ടാവണം. ഈ മാർക്കറ്റിലെ വെയിലും പൊടിയും കൊണ്ട് ഒരാഴ്ച മുഴുവൻ കഷ്ടപ്പെട്ടതിന് അവസാനം എടുത്തു പറയാൻ എന്തെങ്കിലും ഒരു സമ്പാദ്യം ബാക്കി ഉണ്ടാണ്ടേ മോളുടെ ഈ ബാപ്പിക്ക്? കൂടുതൽ സെന്റിമെന്റ്സ് ആയി പോവും. അതുകൊണ്ട് ബേജാറാക്കല്ലേ കോയ. വണ്ടി നേരെ ബാംഗ്ലൂർക്ക് വിട്ടോ. അത് കോഴിക്കോട് അങ്ങാടിയല്ലോ. സമീറ, ഇതൊക്കെ എടുത്ത് വണ്ടി. അതെ, ഈ ബ്ലാങ്കൂരിൽ നല്ല IAS കിട്ടണമെങ്കിൽ 2.5 കിലോ എനിക്കും വേണം. അൻവരുട്ടിയേ, നാരായണൻ മേശ്രിയ, ഇതെന്താണ് കോയ ഈ വഴിക്ക്? അത് കാറിലൊക്കെ ഒന്നുമില്ലടോ, ഒന്ന് കാണാൻ. ഞാൻ ഒറ്റയ്ക്കല്ല, ഒരാളും കൂടി ഉണ്ട്.
അതാരപ്പാ അത്? കണ്ടിട്ട് ആളെ വല്ല പൊടിയും കിട്ടുന്നുണ്ട് അൻവറുട്ടിക്ക്. ഈ ചുറ്റുവട്ടത്തൊന്നും കണ്ടതായി ഓർക്കണില്ല. ആരാ? ഞാൻ സുന്ദരൻ, സുന്ദരൻ തമ്പി. അവിടെ വീട്ടിൽ വന്നു, നിന്നെ കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ കൂട്ടിക്കൊണ്ടുവന്നത്. ഹലോ. അതേതായാലും നന്നായി. കണ്ടിട്ട് കാലം കുറെ ആയില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ കാണാറുണ്ട് എന്റെ കൂടെ പഠിച്ച സുന്ദരന്റെ ആ കുഞ്ഞുമുഖം. എന്നോട് നിനക്കിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നീ ഒരു നീറ്റില്ല, ഒരു ഉണങ്ങാത്ത മുറിവിന്റെ നീറ്റില്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊക്കെ വിട്ടുകള. അന്ന് എനിക്ക് നഷ്ടപ്പെട്ട ഈ വലങ്കൈക്ക് പകരം ഒരു മരക്കൈയെങ്കിലും വെക്കാൻ എനിക്ക് കഴിഞ്ഞു. നിനക്കോ? എന്റെ കുസൃതി കാരണം നിനക്കന്ന് വേറിട്ട് പോയതൊരു ജീവിതം തന്നെയല്ലടാ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അച്ഛൻ എന്നെ കൊണ്ടുപോയത് മംഗലാപുരത്തേക്കാ. ഫ്രസ്ട്രേഷനായിരുന്നു മൂപ്പർക്ക്. അതങ്ങനെ മൂത്ത് മുഴു ഭ്രാന്തായി അവസാനം അങ്ങ് തീർന്നുപോയി. പിന്നെ അങ്ങോട്ട് അലച്ചിലായിരുന്നു. ഏറെ ഉയരത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ആഗ്രഹിച്ചത് അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന എന്റെ പഴയ അൻവർ അലിയെ കാണാനാ. എടാ, നമ്മൾ കാരണം വേറിട്ട് പോയതൊക്കെ നമ്മൾ തന്നെ കൂട്ടിച്ചേർക്കണം. ഞാൻ നിന്റെ ഉപ്പയെ കണ്ടിട്ടാ വരുന്നത്. അന്നുണ്ടായതൊക്കെ ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞപ്പോ മൂപ്പർക്ക് കണ്ണീരായിരുന്നു. പണ്ടും ആ രണ്ട് തന്തമാർക്ക് ജയിക്കാൻ വേണ്ടിയായിരുന്നല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത്. ഇതെന്തൊക്കെ മേസ്ത്രിയെ ഞാൻ കേൾക്കണത്. സുന്ദരൻ ഇവിടെ വന്ന് ഇതൊക്കെ പറയുമ്പോ എനിക്കിതൊരു സ്വപ്നം കാണുന്ന പോലെയാ തോന്നുന്നത്. സ്വപ്നം അല്ലടാൻ പറയേ, ഇതൊരു യാഥാർത്ഥ്യ. ഞാനിപ്പോ വരുന്നത് ദുബായിൽ നിന്ന്. അവിടെയുള്ള എന്റെ ഷെയ്ക്കിനൊരാഗ്രഹം. ഒന്നല്ല, ഒരുപാട് മരക്കപ്പലുകൾ ഇവിടെ പണി തീർത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കണമെന്ന്. അതിന്റെ മുഴുവൻ മേൽനോട്ടവും ബറാമി പാരമ്പര്യമുള്ള നീ ഏറ്റെടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. മുമ്പും ഇതിനെയൊക്കെ ചൊല്ലിയായിരുന്നല്ലോ നമ്മൾ തമ്മിൽ തർക്കം. ഇതിപ്പോ ആരോടും ജയിക്കാനല്ല, പക്ഷേ അരുത് എന്ന് മാത്രം പറയരുത്. മോനെ, ഈ സുന്ദരൻകുട്ടി അവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞപ്പോ ആദ്യം അതൊരു സ്വപ്നായിട്ട് ഞങ്ങൾക്കും തോന്നിയത്. അന്ന് ഉരുണ്ടാക്കണ കരാറ് പണി നിർത്തി നിന്റെ ഉപ്പ കലാസിപ്പണിക്ക് ഇറങ്ങിയപ്പോ അതോടെ നിർത്തിയതാ ഞാൻ എന്റെ മേസ്ത്രിപ്പണി. ഇന്ന് ഇവന്റെ നാക്കീന്ന് ഇതൊക്കെ കേട്ടപ്പോ ഒരുപാടല്ല, ഒരു ഉരുവെങ്കിലും ഈ കണ്ണടയുന്നതിന് മുമ്പ് പണി തീർത്ത് അക്കരയ്ക്ക് അയക്കാൻ പറ്റണേന്നൊരാഗ്രഹം തോന്നി. എതിര് പറയില്ലെങ്കിൽ കൂടെ കൂട്ടി വരണോന്ന് പറഞ്ഞു നിന്റെ ഉപ്പ. അടുക്കളവാതിലൂടെയല്ല, ഉമ്മറവാതിലൂടെ.